അപ്പോൾ നമുക്ക് ബാക്കി അടുത്ത ഹിന്ദി ക്ലാസ് തുടങ്ങാം കേട്ടോ. നമ്മൾ ലാസ്റ്റ് കേട്ടത് എന്താണ്? ലാസ്റ്റ് ബീർബഹൂട്ടിയാണ് ചാപ്റ്ററിൻ്റെ പേര്. സാഹിലെ ബേലയാണ് കഥാപാത്രങ്ങൾ. അവർ രണ്ടുപേരും ദോനോ സ്കൂൾ കെ ലിയെ ജാ രഹേ ഹെ, രാസ്തേ മേ ഉനെ ബീർബഹൂട്ടിയ ഗോജ കർത്തേത് എന്നൊക്കെ പറഞ്ഞു അല്ലേ. വഴിയിൽ അവർ ബീർബഹൂട്ടികളെ തിരഞ്ഞു. ലാസ്റ്റ് പറഞ്ഞത് സ്കൂളിൽ ബെല്ലടിച്ചു എന്ന് പറഞ്ഞു. ശേഷം സാഹിൽ പറഞ്ഞു ലേക്കിൻ മുച്ചേ പേൻമേ സ്യാഹി ബി ബർവാനി ഹി ദുക്കാൻ സെ എന്ന് പറഞ്ഞു അല്ലേ. ലാസ്റ്റ് നിർത്തി അവിടെ അല്ലേ. എന്നാൽ എനിക്ക് കടയിൽ നിന്നും പേനയിൽ മഷി നിറയ്ക്കേണ്ടതുണ്ട് എന്നാണ്. ഇനി നോക്കൂ ബാക്കി. 1981 സാൽ. ഇനി അതിൻ്റെ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത പറയാണ്. സംഭവം നടക്കുന്നത് 1981 സാൽ. 1981 എന്ന് പറഞ്ഞാൽ 1981. 1981 ഇക്യാസി എന്ന് പറഞ്ഞാൽ 81 ആണ്. 1981. സാൽ എന്ന് പറഞ്ഞ വർഷം 1981. राजस्थान में जयपुर के नज़दीक सवारी गाड़ियों और माल गाड़ियों से सदा भरा फुलेरा जंक्शन. രാജസ്ഥാനിൽ ജയ്പൂരിന് സമീപത്തുള്ള എപ്പോഴും യാത്രാ വണ്ടികളാലും സവാരി ഗാഡിയോ ഉദ്ദേശിക്കുന്നത് പാസഞ്ചർ ട്രെയിനാണ്, യാത്രാ വണ്ടികളാണ്. മാൽ ഗാഡി എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ട്രെയിൻ, ചരക്ക് വണ്ടികൾ. അപ്പോൾ രാജസ്ഥാനിലെ ജയ്പൂരിന് സമീപത്തുള്ള എപ്പോഴും യാത്രാ വണ്ടികളാലും ചരക്ക് വണ്ടികളാലും എപ്പോഴും നിറഞ്ഞ ഫുലേര ജംഗ്ഷൻ, നമ്മളെ കഥ നടക്കുന്ന സ്ഥലമാണ് ഫുലേര ജംഗ്ഷൻ എന്ന് പറയുന്നത്. കസ്ബേക്ക് ലഗ്ഭഗ് സുനി തങ്ക് ഗലിയ. കസ്ബ എന്ന് പറഞ്ഞാൽ ചെറിയ പട്ടണം, നേരത്തെ പറഞ്ഞാണ്. ചെറിയ പട്ടണത്തിലെ മിക്കവാറും ശൂന്യവും തങ്ക് എന്ന് പറഞ്ഞാൽ സുനി എന്ന് പറഞ്ഞാൽ ശൂന്യം, തങ്ക് എന്ന് പറഞ്ഞാൽ നാരോ ഇടുങ്ങിയ, ശൂന്യവും ഇടുങ്ങിയതുമായ തെരുവുകൾ. പട്ടണത്തിലെ മിക്കവാറും ശൂന്യവും ഇടുങ്ങിയതുമായ തെരുവുകൾ. ഗലിയോമേം ഖാമോഷ് ഖഡെ ബിജലി കെ ഗംഭെ എന്നാണ്. തെരുവുകളിൽ നിശബ്ദമായിട്ട്, ഖാമോഷ് നിശബ്ദമായി നിൽക്കുന്ന ബിജലി കെ ഗംഭെ. ബിജലി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി, ബിജലി കെ ഗംഭെ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി പോസ്റ്റുകൾ. തെരുവുകൾ നിശബ്ദമായി നിൽക്കുന്ന ഇലക്ട്രിസിറ്റി പോസ്റ്റുകൾ. ഗംബോം കെ ബീച്ച് കിംചി താരോം കി കതാരെ. പോസ്റ്റുകളുടെ ഇടയിൽ, ഖംബോം കെ ബീച്ച് പോസ്റ്റുകളുടെ ഇടയിൽ, ഖിംചി വലിച്ചിരിക്കുന്ന, താരോം കി കതാരെ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ലൈനുകൾ, കറണ്ടിൻ്റെ ലൈനുകൾ. ബിജലി എന്ന് പറഞ്ഞ ഇലക്ട്രിസിറ്റിയാണ്. കതാരെ എന്ന് പറഞ്ഞ, താരോം എന്ന് പറഞ്ഞ കമ്പിയാണ്. ഖിംചി വലിച്ചിരിക്കുന്ന, കതാര എന്ന് പറഞ്ഞ നിരകൾ, റോ, അതായത് കമ്പികൾക്കിടയിൽ വലിച്ചിരിക്കുന്ന ഇലക്ട്രിസിറ്റി ലൈനുകളുടെ നിരകൾ എന്നർത്ഥം. അഥവാ നമ്മൾ സാധാരണ കാണുന്ന പോലെ ഒരു പോസ്റ്റിൽ നിന്ന് വേറൊരു പോസ്റ്റിലേക്ക് ലൈൻ വലിച്ചിരിക്കുന്നു. ഇവിടെ പോയാൽ കാണുന്ന കാഴ്ച തന്നെ. ഇൻ ഗലിയോമേ ജഹാം തഹാം ദിക്കായി പെടുത്തി മീട്ടി ഗണ്ടിയാം ബജാത്തെ ഫെരിവാലെ. ഈ തെരുവുകളിൽ ജഹാം തഹാം ദിക്കായി പെടുത്ത്, അവിടെയും ഇവിടെയുമായി കാണപ്പെടുന്ന മധുര ബെല്ലുകൾ മുഴക്കുന്ന, മീട്ടി ഗണ്ടിയാം എന്ന് പറഞ്ഞാൽ മധുര ബെല്ല്, ബജാത്തെ മുഴക്കുന്ന, ഫെരിവാലെ എന്ന് പറഞ്ഞാൽ കാൽനട കച്ചവടക്കാർ. അപ്പോൾ ഈ തെരുവുകളിൽ അവിടെയും ഇവിടെയുമായി കാണപ്പെടുന്ന മധുര ബെല്ലുകൾ മുഴക്കുന്ന കാൽനട കച്ചവടക്കാർ. അതായത് മധുര ബെല്ല്, ശരിക്കും ബെല്ലിനല്ല മധുരമുള്ളത്, അവർ വിൽക്കുന്ന സാധനമാണ്. നമ്മളവിടെ ഐസ്ക്രീം ഒക്കെ വിൽക്കുമ്പോൾ ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടി, ഇങ്ങനെ കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി പഴക്കൂലേ, ഇതിവിടെ ബെല്ലടിക്കുകയാണ്. അപ്പോൾ ശരിക്കും മധുരമുള്ള ശരിക്കും വിൽക്കുന്ന സാധനമാണെങ്കിൽ ഇവിടെ പറഞ്ഞ അങ്ങനെയാണ്, മധുര ബെല്ലുകൾ മുഴക്കുന്ന കാൽനട കച്ചവടക്കാർ. ഏക് അന്ധേരി സി ഗലിയോമേ ചെഹ് സാത്ത് ഗദോം കി ഗുരോം കി ടാപ്പോം കി ആവാസ് എന്നാണ്. ഒരു ഇരുണ്ട തെരുവിൽ, അന്ധേര ഇരുണ്ട, ഗലി തെരുവ്, ഒരു ഇരുണ്ട തെരുവിൽ കാണപ്പെടുന്നത്, ഗലി തെരുവിൽ. ചെഹ് സാത്ത് 6-7, ഗദോം കി ഗുരോം കി ടാപ്പോം കി ആവാസ്, ഒരു ഇരുണ്ട തെരുവിൽ കാണപ്പെടുന്ന 6-7 ഗധ് എന്ന് പറഞ്ഞ ഡോങ്കികളുടെ
ഗുരോം കി ടാപ്പോം കി ആവാസ്, ഡോങ്കികളുടെ കഴുതകളുടെ ഗുരോം കി ടോപ്പി എന്ന് പറഞ്ഞാൽ, ടാപ്പ് എന്ന് പറഞ്ഞാൽ കുളമ്പടി, കഴുതയുടെ കുളമ്പടി ആവാസ് ശബ്ദം, കഴുതയുടെ കുളമ്പടി ശബ്ദം, കഴുതയുടെ കുളമ്പടി ശബ്ദങ്ങൾ. ഉനക്കെ പീछे चलता एक बदन उखाड़े कुम्हार, അവർക്ക് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ ഈ കഴുതകൾ അതുപോലെ തന്നെ ഈ പറഞ്ഞ വൈദ്യുതി പോസ്റ്റുകളൊക്കെ അതിൻ്റെ ഇടയിൽ നടക്കുന്ന ഏക്ക് ബദൻ ഉഖാടെ, അർദ്ധനഗ്നരായ എന്നർത്ഥം. ഏക്ക് ബദൻ ഉഖാടെ എന്ന് പറഞ്ഞാൽ അർദ്ധനഗ്നരായ, കുംഹാർ എന്ന് പറഞ്ഞാൽ കുംഭാരന്മാർ, നമ്മുടെ കുശവന്മാർ മൺപാത്രം ഉണ്ടാക്കുന്ന ആൾക്കാരെ പറയില്ലേ, അവർക്ക് പിന്നിലായി നടക്കുന്ന അർദ്ധനഗ്നരായ ആര്, കുംഭാരന്മാർ. इसी दृश्य के बीच से गुजरते हुए दो स्कूली बच्चे बेല और സാഹിൽ, ഈ രംഗത്തിനിടയിലൂടെ, ഇസി ദൃശ്യക്കെ ബീച്ച്, ഈ രംഗത്തിനിടയിലൂടെ ഗുസർത്തെ ഹുയെ കടന്നു പോകുന്ന ദോ സ്കൂലി ബच्चे, രണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾ. ആരെല്ലാം കടന്നു പോയി? കോൻ കോൻ ഹേ? ബേല और സാഹിൽ. ഈ രംഗത്തിനിടയിലൂടെ കടന്നു പോകുന്ന രണ്ട് സ്കൂൾ കുട്ടികൾ ബേലയും സാഹിലും. उन दिनों पेन में 5 पैसे में नीली स्याही भरी जाती थी. അക്കാലത്ത്, ഉൻ ദിനം അക്കാലത്ത്, പേൻ മേ പേനയിൽ 5 पैसे में नीली स्याही भरी जाती थी, 5 പൈസയ്ക്ക് പേനയിൽ മഷി നിറച്ചു കൊടുത്തിരുന്നു. അക്കാലത്തെ പേനയിൽ 5 പൈസയ്ക്ക് മഷി നിറച്ചു കൊടുത്തിരുന്നു. സ്റ്റേഷനറി की दुकान वाले ड्रॉपर से पेन में स्याही भरते थे എന്നാണ്. കടയിലെ കച്ചവടക്കാരൻ, കടയിലെ കച്ചവടക്കാരൻ, സ്റ്റേഷനറി की दुकान वाले, സ്റ്റേഷനറിയിലെ കച്ചവടക്കാരൻ, സ്റ്റേഷനറിയിലെ കച്ചവടക്കാരൻ 5 പൈസേന്, 5 പൈസയ്ക്ക് ഡ്രോപ്പർ, ഡ്രോപ്പർ എന്ന് പറഞ്ഞാൽ ഫില്ലർ ഉണ്ടല്ലോ, മഷി നിറക്കണ ഫില്ലർ, ആ ഫില്ലർ കൊണ്ട് പേനയിൽ മഷി നിറച്ചിരുന്നു എന്നർത്ഥം. അതാണ് ആ ചെറിയ ന്യൂസ് മുതലുള്ള ബർത്തേത് എന്ന് വരെ കേട്ടോ. ശ്രദ്ധിച്ചല്ലോ അല്ലേ? എങ്കിൽ അടുത്ത് നമുക്ക് ഡയലോഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി पेन में कुछ स्याही बची थी, उसे साहिल ने जमीन पर छिड़क दिया. പേനയിൽ അല്പം മഷി അവശേഷിച്ചിരുന്നു. പേൻമേ പേനയിൽ കുച്ച് സ്യാഹി അല്പം മഷി ബച്ചീതി അവശേഷിച്ചിരുന്നു. ഉസെ അതിനെ അഥവാ മഷിയെ സാഹിലിനെ ജമീൻ പർ ചിടത്തിയ, അതിനെ സാഹിൽ നിലത്തേക്ക് ഒഴിച്ചു കളഞ്ഞു. അതിനെ സാഹിൽ നിലത്തേക്ക് ഒഴിച്ചു കളഞ്ഞു. നയി സ്യാഹി ബർവാനെ കേലിയെ, പുതുതായി മഷി നിറക്കുന്നതിന് വേണ്ടി, ദോനോ രണ്ടുപേരും, ദൂക്കാൻ പർ പഹൂഞ്ചെ എന്നാണ്. പുതുതായി മഷി നിറയ്ക്കാൻ വേണ്ടി രണ്ടുപേരും കടയിലേക്ക് എത്തിച്ചേർന്നു. പുതുതായി മഷി നിറയ്ക്കാൻ വേണ്ടി രണ്ടുപേരും കടയിലേക്ക് എത്തിച്ചേർന്നു. एक पेन स्याही भर दो, साहिल से पहले ही बेला ने दुकान वाले से कहा. ഒരു പേനയിൽ മഷി തരൂ, അഥവാ പേനയിൽ മഷി നിറച്ചു തരൂ എന്നർത്ഥം. സാഹിൽ സേ പഹലേഹി, സാഹിലിനേക്കാൾ മുമ്പ് തന്നെ, ബേലാനെ ദുക്കാൻ വാലേ സേ കഹ. ശരിക്കും പേനയിൽ വാസ്തവമേ സാഹിൽ की पेन में स्याही नहीं थी. ശരിക്കും പേനയിൽ മഷി കഴിഞ്ഞ് സാഹിലിൻ്റെയാണ്. പക്ഷെ ഇവിടെ കടക്കാരനോട് ചോദിക്കുന്ന ആരാണ്? ബേലയാണ്. ബേല ചോദിച്ചു, ബേട്ടാ സ്യാഹി की बोतल अभी अभी खाली हो गई है, अब तो कल ही मिल पाएगी. മോനെ സ്യാഹി की बोतल മീൻസ് മഷിക്കുപ്പി. സ്യാഹി മീൻസ് മഷി, ബോത്തൽ എന്ന് പറഞ്ഞാൽ മഷിക്കുപ്പിയാണ്, ഇങ്ക് പോട്ട്. മോനെ മഷിക്കുപ്പി അഭി ഖാലി ഹോ ഗയി, ഇപ്പോൾ കാലിയായതേ ഉള്ളൂ. മോനെ മഷിക്കുപ്പി ഇപ്പോൾ കാലിയായതേ ഉള്ളൂ. അബ് തോ കൽഹി മിൽപ്പായേഗി, ഇനി നാളെ തന്നെ ലഭിക്കുള്ളൂ. ഇപ്പോൾ മോനെ ഇപ്പോൾ മഷിക്കുപ്പി ഇപ്പോൾ കാലിയായതേ ഉള്ളൂ, ഇനിയിപ്പോൾ കൽ നാളെ, ഇനിയിപ്പോൾ നാളെ മാത്രമേ ലഭിക്കുകയുള്ളൂ. लेकिन इससे पेन में जो स्याही थी उसे भी जमीन पर छिड़क दिया, ബേല പോലും. അപ്പോൾ ബേല പറയുന്നു, നോക്കൂ, എന്നാൽ ബേല കുറച്ച് വില്ലത്തിയോട് പറയുന്നതാണ്. ലേക്കിൻ ഇസ്നേത്തോ ഇവനാവട്ടെ, പേൻമേ പേനയിൽ, ജോ സ്യാഹി ഉണ്ടായിരുന്ന, എന്താണോ ഉണ്ടായിരുന്ന മഷി, പേനയിൽ എന്താണോ മഷി ഉണ്ടായിരുന്നത്, അത് ഉസേ ബി ജമീൻ പർ ചിടക്കി, അതിനെ
അതിനെ നിലത്തേക്ക് കമഴ്ത്തി കളഞ്ഞു. ചിടക് ദിയ കമഴ്ത്തി കളഞ്ഞു. ജമീൻ മീൻസ് നിലം. എന്നാൽ ഇവൻ പേനയിൽ ഉണ്ടായിരുന്ന മഷി നിലത്തേക്ക് കമഴ്ത്തി കളഞ്ഞു. ബേല ബോലി, ബേല പറഞ്ഞു. ഇവന് പേനയിൽ ഉണ്ടായിരുന്ന മഷി എന്ത് ചെയ്തു? ജമീൻ പർ ചിടക് ദിയ, നിലത്തേക്ക് കമഴ്ത്തി കളഞ്ഞു. നെക്സ്റ്റ് നോക്കൂ, നെക്സ്റ്റ് കോളത്തിൽ 9th പേജിൽ തന്നെ. ബാദൽ കോ ദേഖ് ഗഡെ കോ നഹീം ടുലാന ചാഹിയെ. दुकान वाला भैया ने कहा और पूछा, कौन सी में पढ़ती हो? बादल को देखकर घड़े को नहीं टुलाना चाहिए. മഴ മേഘം കണ്ടുകൊണ്ട്, ബാദൽ മേഘം, ബാദൽ കോ ദേഖ് മേഘത്തെ കണ്ടുകൊണ്ട്, ഘടേ കോ നഹീം തുലാന ചാഹിയെ കുടം കമഴ്ത്തരുത്. അതായത് മേഘം കണ്ടുകൊണ്ട് ഉള്ള വെള്ളം കളയരുത് എന്ന് പറയാം. മേഘത്തിൽ നമുക്കറിയാം മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ചാൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ മേഘത്തെ കണ്ടുകൊണ്ട് കുടം കമഴ്ത്തരുത്. ദൂക്കാൻ വാലെ ബയ്യാനെ കഹ ഓർ പൂച്ച, കടക്കാരൻ ചേട്ടൻ ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു അതിനോട് ചോദിച്ചു, കോൻസീമേം പഠിത്തിയോ, ഏതിലാണ് പഠിക്കുന്നത്? കോൻസീമേം പഠിത്തേഹോ, ഏതിലാണ് പഠിക്കുന്നത്? पांचवी में साहिल ने ऐसे बुरे मन से बताया जैसे पांचवी में पढ़ना पाप हो. ഏതിലാ പഠിക്കുന്നു ചോദിച്ചാൽ മറുപടി പറയുന്ന നോക്കൂ. പാഞ്ചവി മേം, അഞ്ചിൽ. സാഹിലിനെ ഐസെ ബുരേ മനസ്സേ പത്തായ, സാഹില് വളരെ മോശപ്പെട്ട മനസ്സോടെ, ബുര എന്ന് പറഞ്ഞാൽ ചീത്ത അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, മോശപ്പെട്ട മനസ്സോടെ, മോശപ്പെട്ട മനസ്സോടെ പറഞ്ഞു. ജൈസെ പോലെ, ഇതുപോലെ പാഞ്ചവി മേം പഠന പാപു, അഞ്ചിൽ പഠിക്കുന്നത് എന്തൊരു പാപമാണ്. അഞ്ചിൽ പഠിക്കുന്നത് യാതൊരു പാപവും അല്ല. പക്ഷേ സാഹില് വളരെ നാണം കുണുങ്ങിയാണ്, ഒരു ലജ്ജ ഉള്ള ഒരു ലഡ്കയാണ്. അപ്പോൾ അവനെന്തോ 5ാം ക്ലാസ്സിൽ പറയാം, 5ാം ക്ലാസ്സിൽ പാഞ്ചിമേ പഠനം എന്നൊക്കെ പറയുമ്പോൾ അവൻ്റെ മനസ്സിൽ പാപുക്ക ചിന്ത ഉടുത്തിയ ഒരു പാപമാണ്. അവനങ്ങനെ ചിന്തിച്ചു. അവന് പറയാണ് എന്തോ 5ൽ പഠിക്കുന്ന പാപമാണെന്ന് ചിന്ത പോലെ പറഞ്ഞു. ദോനോ ദൂക്കാൻ വാലെ ബയ്യനെ കാ, രണ്ടുപേരും 5ാം ക്ലാസ്സിലാണോ? ദോനോ പാഞ്ചിവേമേ പഠിത്തേഹോ എന്നർത്ഥം. രണ്ടുപേരുമോ? ആര് ചോദിച്ചു? ദൂക്കാൻ വാലെ ബയ്യാനെ കഹ, കടക്കാരൻ ചേട്ടൻ ചോദിച്ചു. രണ്ടുപേരും 5ാം ക്ലാസ്സിലാണോ പഠിക്കുന്നത് ചോദിച്ചു. ഹാം ദോനോ और हम दोनों का सेक्शन भी एक है. ये बेला ने ऐसे घुसोकर बताया जैसे कोई बहुत बड़ी बात हो. ഹാം ദോനോ, അതെ രണ്ടുപേരും. और हम दोनों का सेक्शन भी एक है. ഞങ്ങൾ രണ്ടുപേരുടെയും സെക്ഷൻ, ഡിവിഷൻ ഏക് ഹി, ഒന്ന് തന്നെയാണ്. ഞങ്ങൾ രണ്ടുപേരുടെയും ഡിവിഷനും ഒന്നാണ്. 5ാം ക്ലാസ് എ. ബേലാനെ ऐसे घुसोकर बताया जैसे यह कोई बहुत बड़ी बात हो. ബേല വളരെ സന്തോഷം നിറഞ്ഞ മനസ്സോടെ 5ാം ക്ലാസ്സിൽ ജയ്സെ കോയി ബഹുത്ത് ബഡി ബാത്തു, 5ാം ക്ലാസ്സിൽ പഠിക്കണത് എന്തോ വലിയ കാര്യമാണെന്ന പോലെ, 5ാം ക്ലാസ്സിൽ പഠിക്കണത് എന്തോ വലിയ കാര്യമാണെന്ന പോലെ പറഞ്ഞു. അതായത് സാഹിലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ബേല. സാഹിലിന് വല്ലാത്ത കോംപ്ലക്സ് ആണെങ്കിൽ അത്തരം കോംപ്ലക്സ് ഒന്നും ആർക്കില്ല, ബേലയ്ക്കില്ല. അവനെ സാഹിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു പാവമാണ്, എന്തോ ഒരു കോംപ്ലക്സ്, നാണക്കേടാണ്. പക്ഷേ നമ്മുടെ ബേലയാവട്ടെ 5 എ എന്ന് പറയുമ്പോൾ, 5വീം കക്ഷ എ എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു സംഭവമാണ് അവൾ സംബന്ധിച്ച്. നോക്കൂ ഇനി അടുത്ത പാരഗ്രാഫ്. ഇനി അവർ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച്, ദോസ്തിയെ കുറിച്ച് പറയുകയാണ്. ഒരുപാട് തവണ നമ്മൾ സാഹിൽ അവർ ബേലൊക്കെ ദോസ്തിക്ക് ബാരേമി ടിപ്പണി എന്നൊക്കെ ചോദിച്ചാൽ ആൻസർ എഴുതാൻ പറ്റിയ പാരഗ്രാഫാണ് കേട്ടോ. നോക്കൂ. ക്ലാസ് മേം ദോനോ പാസ് ബൈഠത്തെ थे. ക്ലാസ്സിൽ രണ്ടുപേരും അടുത്തടുത്താണ് ഇരുന്നിരുന്നത്. ക്ലാസ് മേം ദോനോ പാസ് ബൈഠത്തെ थे. ക്ലാസ്സിൽ രണ്ടുപേരും അടുത്തടുത്താണ് ഇരുന്നിരുന്നത്. കാപ്പി മേം കാം കർത്തെ തോ ദോനോ കാപ്പി മേം കാം കർത്തെ. നോട്ട്ബുക്കിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ, കാപ്പി എന്ന് പറഞ്ഞ നോട്ട്ബുക്കാണ്. നോട്ട്ബുക്കിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ രണ്ടുപേരും നോട്ട്ബുക്കിൽ വർക്ക് ചെയ്യും. രണ്ടുപേരും നോട്ട്ബുക്കിൽ വർക്ക് ചെയ്യും. കിതാബ് പഠിത്തേ തോ ദോനോ കിതാബ് പഠിത്തേ. പുസ്തകം വായിക്കുകയാണെങ്കിൽ രണ്ടുപേരും പുസ്തകം വായിക്കും. ഒരാൾ എന്താണോ ചെയ്യുന്നത് അതേ സംഭവം മറ്റേയാളും ചെയ്യും എന്നതിൻ്റെ എക്സാമ്പിൾ പറയണം. കിതാബ് പഠിത്തേ തോ ദോനോ കിതാബ് പഠിത്തേ എന്ന് പറഞ്ഞാൽ
പുസ്തകം വായിക്കുകയാണെങ്കിൽ രണ്ടുപേരും പുസ്തകം വായിക്കും. ബൽക്കി പാഠ് ബി ഏക് ഹി പഠിത്തെ. പിന്നെയോ പാഠവും അഥവാ ചാപ്റ്ററും ഒന്ന് തന്നെയാണ് വായിക്കുക. ഏക് ഹി പഠിത്തെ, ഒന്ന് തന്നെയാണ് വായിക്കുക. സാഹിൽ चमक उड़ी सन 57 में वह तलवार पुरानी थी पढ़ते. तो बेला भी चमक उड़ी सन 57 में वह तलवार पुरानी थी पढ़ते എന്നാണ്. ആ രണ്ടുപേരും ഒരേ പുസ്തകത്തിലെ ഒരേ പാഠത്തിലെ ഒരേ വരിയാണ്, ഒരേ ലൈനാണ് വായിക്കുന്നത് എന്നറിയാൻ വേണ്ടി എക്സാമ്പിളാണ് അവർ വായിച്ച ഏതോ പുസ്തകത്തിലെ വരിയാണ്. സാഹിൽ ചമക് ഉടി സൻ 57 में वह तलवार पुरानी थी पढ़ते. तो സാഹിൽ 57 തിളങ്ങിയിരുന്നു. ചമക്ക് ഉടി തിളങ്ങിയിരുന്നു. സൻ 57 57 തിളങ്ങിയത് പഴയ വാളായിരുന്നു എന്ന് പറഞ്ഞാൽ ചമക്ക് ഉടി സൻ 57 में वह तलवार पुरानी थी पढ़ते. 57 തിളങ്ങിയത് പഴയ വാൾ ആയിരുന്നു. തൽവാർ വാൾ എന്ന് പറഞ്ഞാൽ ബേലയും അതേ ലൈൻ വായി, ബേലയും ഇതേ സെയിം ലൈൻ റിപ്പീറ്റ് ചെയ്യും. അവൾ എന്ത് പറയും? അവൾ പറയും 57 തിളങ്ങിയത് പഴയ വാളായിരുന്നു. അവര് രണ്ടുപേരും അത്രയും വലിയ ദോസ്തിയാണ്. അത്രയും വലിയ മൈൻഡ് ഒരേപോലുള്ള ആളുകളാണ് എന്ന് കാണിക്കുന്ന സംഭവമാണ് ആ പാരഗ്രാഫ് കേട്ടോ. രണ്ടുപേരും അടുത്തടുത്തിരിക്കും. കിതാബ് പഠിത്തേ तो दोनों किताब पढ़ते, कापी में काम करते तो दोनों कापी में काम करते, बल्कि पाठ भी एक पढ़ते എന്നൊക്കെ പറഞ്ഞല്ലോ. ഒരേ അധ്യായം, ഒരേ വരി, പുസ്തകം വായിക്കുകയാണെങ്കിൽ ഒരേ പുസ്തകം എന്നൊക്കെ സംഭവം പറഞ്ഞിരിക്കുന്ന അവരുടെ ദോസ്തിയെക്കുറിച്ച് സംഭവമാണ്. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ?